ഗുഡ് മോർണിംഗ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഒരു പരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം എഫെസ്യർ എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് ഇപ്രകാരം പറയുന്നു: പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. ഈ ഭാഗത്ത് നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. പിശാച് നമ്മോട് പോരാടുന്നത് ചില തന്ത്രങ്ങളിലൂടെയാണ്. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, ആ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവാൻ കഴിയേണ്ടതിന്, അഥവാ എതിർക്കേണ്ടതിന് സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏദേൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തോട്ടമുണ്ടാക്കി അവിടെ ദൈവം ആദാമിനെയും ഹൗവയെയും ദൈവം പാർക്കുവാൻ ആക്കി വെച്ചു. എന്നാൽ അവിടെ സാത്താൻ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ, അഥവാ സർപ്പത്തിനുള്ളിൽ കടന്ന് ഹൗവയുടെ അടുക്കൽ വന്ന ചില തന്ത്രങ്ങളിലൂടെ ഹൗവയെയും ആദാമിനെയും ദൈവിക സാന്നിധ്യത്തിൽ നിന്ന്, ദൈവ തേജസ്സിൽ നിന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുമാറുള്ള അനുഭവങ്ങളിലേക്ക് ആദാമിനെയും ഹൗവയെയും കൊണ്ടുപോകുവാൻ ഇടയായി. പൗലോസോട് പറയുന്ന ഭാഗത്തു നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കാൻ ആ ഏദേൻ തോട്ടത്തിലെ ഒന്നാം ആദാമിനും ഹൗവയ്ക്കും കഴിഞ്ഞില്ല. എന്നാൽ പുതിയ നിയമ ഏദേൻ തോട്ടമാകുന്ന ദൈവസഭയ്ക്കകത്തുള്ള എനിക്കും നിങ്ങൾക്കും ഈ നാളുകളിൽ കഴിയട്ടെ. സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഈ നാളുകളിൽ സാത്താനോട് പോരാടുവാൻ, സാത്താനോട് എതിർത്തു നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പകൽ, ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിനക്കെതിരെ ചില തന്ത്രങ്ങളുമായി പിശാച് വരുമ്പോൾ അവനോട് എതിർത്തു നിൽപ്പാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഒന്നാം ആദാമിന് സാധിക്കാത്തത് ക്രിസ്തുവിൽ നമുക്ക് സാധിപ്പാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഒന്നാം ആദാമിന് സാധിക്കാതെ പോയത് പുതിയ നിയമ സഭയാം ഏദേൻ തോട്ടത്തിനുള്ളിൽ ദൈവമാക്കി വച്ചിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൻ്റെ അധികാരത്തോടെ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ അതിനെ ജയിപ്പാൻ, സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിന്ന് അതിനെ പരാജയപ്പെടുത്തുവാൻ, അതിനെ ജയിപ്പാനുള്ള ദൈവകൃപ കർത്താവ് തന്നെ മക്കൾക്ക് ഈ പകൽ നൽകുന്ന കൃപകൾക്കായി സ്തോത്രം. ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ ഇവിടെ എല്ലാ യാത്രകളിലും, ഇവിടെ എല്ലാ മേഖലകളിലും പിശാച് പലവിധമാകുന്ന തന്ത്രങ്ങളാൽ ഇവരെ തകർത്ത് കളയാൻ വരുമ്പോൾ ഇത് സാത്താൻ്റെ തന്ത്രങ്ങളെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് എതിർത്ത് നിൽക്കുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ സർവായുധ വർഗം പ്രാപിച്ചുകൊണ്ട് അതിനെ ധരിച്ചുകൊണ്ടായിരിക്കാൻ തന്നെ മക്കളെ ദൈവം സഹായിക്കുന്നതിനെ സ്തോത്രം. പ്രാർത്ഥിച്ചവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങൾ എല്ലാവരെയും ഈ നാളുകളിൽ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.